ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജെംജയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ പറയാനുണ്ട്. ബസൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് എവിടെ തുടങ്ങാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജമൗലി ചിത്രം, എസ് രാജമൗലി, മഹേഷ് ബാബു എന്നിവർ യോജിക്കുന്ന, കമ്പൈൻ ചെയ്തു വരുന്ന ചിത്രം. എന്നാൽ രാജമൗലിയുടെ 1000 കോടി പടത്തിന് 2 ഭാഗം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ 2 ഭാഗം ഉണ്ടാവില്ല, ഒരു ഭാഗം തന്നെ ഉള്ളൂ. അതിന് ലെങ്ത് കുറച്ചുകൂടെ കൂട്ടി ഒരു ഭാഗത്തിൽ തന്നെ തീർക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. അതായത് 2 ഭാഗങ്ങളായി പുറത്തിറക്കാൻ ഉദ്ദേശിച്ച സിനിമയ്ക്ക് ആദ്യ ഭാഗത്തിൽ ദൈർഘ്യം കൂടിയേക്കും. ആദ്യ ഭാഗത്തിൽ ചിത്രത്തിന് 3.5 മണിക്കൂർ ദൈർഘ്യം ഉണ്ടായേക്കും എന്നാണ് സൂചന. അപ്പൊ 2 ഭാഗമായിട്ട് വരും എന്ന് പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അടുത്തത് ഇഡ്ലിക്കടൈ എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് നായകനായിട്ട് വരുന്ന ചിത്രം. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. കാരണം ആ ഒരു കോംബോ അറിയാലോ, നായിക നായകൻ എല്ലാവരും വളരെ രസമായിട്ട് ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ്. തിരുച്ചിത്രമ്പലം, ആ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും അവരുടെ കോമ്പിനേഷൻ പിന്നെയും വരും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ തന്നെ ആയിരിക്കും ഓർമ്മയിലേക്ക് വരിക. എന്തായാലും 1 ഒക്ടോബർ ഇൻ സിനിമാസ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞ് അതിന്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഒക്ടോബർ 1-ാം തീയതിയാണ് റിലീസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വളരെ സാധാരണക്കാരനായിട്ടുള്ള, കുറച്ചുകൂടെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു കഥാപാത്രമായിരിക്കും എന്ന് ഫീൽ ചെയ്യുന്നു. ഇനി പറയാനുള്ളത് ബസൂക്കയാണ്. ബസൂക്ക വേറൊന്നുമല്ല, സെൻസേർഡ് വിത്ത് UA സർട്ടിഫിക്കറ്റ്. അപ്പൊ UA സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരു ചിത്രവും തന്നിട്ടുണ്ട്. ഈ ഒരു വേഷം, അതായത് ഈ കോട്ട് ഇട്ടിട്ടുള്ള വേഷം ഭയങ്കരമായിട്ട് ക്ലിക്കായ ഒരു സാധന. മമ്മൂക്ക വാട്സപ്പ് ഗ്രൂപ്പിന്റെ, മമ്മൂട്ടി കമ്പനിയുടെ ആണ്, മമ്മൂക്കിന്റെ ആണെങ്കിൽ ആ പ്രൊഫൈൽ പിക്ചർ വരെ ഇട്ടിട്ടുള്ളത് ഈ ഒരു ചിത്രമാണ്. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് ഈ സിനിമ മൊത്തം മമ്മൂക്കെ നമ്മൾ സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ പറ്റുന്നതന്നെയാണ് വിചാരിക്കുന്നത്. കാരണം വന്നിട്ടുള്ള അപ്ഡേറ്റുകളാണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഇന്നലെ വന്ന ഗ്ലിംസിലുള്ള ഫോട്ടോസ് ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിട്ട്, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട്, ഭയങ്കര മേക്ക് ഓവർ ആയിട്ട് തന്നെയാണ് പുള്ളിനെ കാണിച്ചിട്ടുള്ളത്. അതിന്റെ മുടിയും താടിയും പരിപാടികളൊക്കെ നല്ല രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെയാണെങ്കിലും ഈ ഒരു വണ്ടി എന്നൊരു പിടിയില്ല. ഇതിന്റെ വേറൊരു ചിത്രം വന്നിട്ടുണ്ടായിരുന്നു ഇതേ സ്റ്റൈലിൽ. ഒരു വണ്ടിന്റെ അടുത്ത് വൈറ്റ്, ഇതിന്റെ ഉള്ളിൽ ഈ വൈറ്റ് ഷർട്ട് മാത്രം ഇട്ട് നിൽക്കുന്ന ഒരു സംഭവം. ഇത് കോട്ടും ഷൂട്ടൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇൻ സിനിമ സ്ട്രെങ്ത് വേൾഡ് വൈഡ് 2025 ഈ വരുന്ന 10-ാം തീയതിയാണ് റിലീസ് ആവുന്നത്. ഓൾറെഡി 5-ാം തീയതിയായി. ജസ്റ്റ് 4 more days. കാരണം 5-ാമത്തെ ദിവസം ചിത്രം റിലീസിനെത്തും. മമ്മൂട്ടി കമ്പനി, ഹീസ് ഓൺ ഹിസ് വേ ടു സീ യു ഓൾ, സെൻസേർഡ് വിത്ത് UA 13+ സർട്ടിഫിക്കറ്റ്. 13 വയസ്സിന് മുകളിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. കൊള്ളാം. അടുത്തത് ഇത് പറയേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് എമ്പുരാനെ കുറിച്ചാണ്. ഈ എമ്പുരാനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് കൂലിയുടെ ഇന്നലെ വന്നിട്ടുള്ള അപ്ഡേറ്റ്, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താന്ന് വിചാരിക്കുന്നു. കൂലി റിലീസിംഗ് വേൾഡ് വൈഡ് ഓഗസ്റ്റ് 14th, ഓഗസ്റ്റ് 14-ാം തീയതി. അപ്പൊ കൂലി റിലീസിനെത്തും. സൗണ്ട് ഏത്ത് ദേവ വരാറ്, കൂലി വേൾഡ് വൈഡ് ഫ്രം ഓഗസ്റ്റ് 14th എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ താഴെ വന്നിട്ടുള്ള കുറെ കമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നോക്കി തന്നെ അറിയാം. ഒന്ന്, നോ വോട്ട് ഫോർ TVK ബട്ടൺ എന്ന് പറഞ്ഞിട്ട് സാധനം കൊടുത്തിട്ടുണ്ട്. അത് കടുത്ത വിജയ് ഹേറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. കാരണം അതൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇതിന്റെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് പോകുന്നതാണ്, സിനിമയെ കുറിച്ച് വരേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 100% കൺഫേം 1000 crore ഓഗസ്റ്റ് 14 തമിഴ് സിനിമാസ് ഫസ്റ്റ് മൂവി സൂപ്പർ സ്റ്റാർ രജനികാന്തിൻ കൂലി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 1000 കോടി അടിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ടൈം ടു റൈറ്റ് ഹിസ്റ്ററി, ലോക്കി കമ്മിങ് വിത്ത് ദ ഫസ്റ്റ് 1000 crore മൂവി ഓഫ് തമിഴ് സിനിമ. അവിടെയും 1000 കോടി കൊടുത്തിട്ടുള്ളത്. 15 years സെലിബ്രേഷൻ വിത്ത് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദ കോളിവുഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അടുത്തത് 1000 അടിക്കുമാ. അങ്ങനെ ഈ കമന്റിൽ എടുത്ത് നോക്കിയാൽ പ്രധാനപ്പെട്ട് കാണുന്ന എല്ലാ കമന്റുകളും 1000 കോടി അടിക്കൂ, 1000 കോടി അടിക്കൂ എന്നുള്ളത് തന്നെയാണ്. അപ്പോ എന്റെ സംശയം ഇതാണ്, 1000 കോടിയൊക്കെ തമിഴിൽ നിന്നൊരു സിനിമ അടിക്കുമോ? ഈ പുഷ്പയൊക്കെ 1000, 2000 ഒക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. യഥാർത്ഥ കണക്കെന്താ അറിയില്ല, പക്ഷെ എന്നാലും ഭയങ്കരമായിട്ടുള്ള കളക്ഷൻ നേടിയിട്ടുണ്ട്. കൂലി അങ്ങനെ 1000 കോടി ക്ലബിൽ വരാനുള്ള കപ്പാസിറ്റി ആ പടത്തിനുണ്ടോ? രജനീകാന്തിന് ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷെ കൂലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത്രയും ആന്റിസിപ്പേറ്റഡ് ആയി കാത്തിരിക്കുന്ന ഓഡിയൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ട് വരാനുള്ള കപ്പാസിറ്റി ഉള്ള സിനിമയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും എത്തേണ്ടത് എമ്പുരാനിലേക്ക് തന്നെയാണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു, എമ്പുരാന്റെ റീ എഡിറ്റ് പതിപ്പ് കാണാൻ ആളില്ലേ എന്നാണ് ചോദ്യം. എമ്പുരാന്റെ കളക്ഷനിൽ 8-ാം ദിനം ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ട്. 8-ാം ദിനത്തിലാണ് ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. അതുവരെ ഭയങ്കര പരിപാടിയായിരുന്നു. അപ്പൊ ഇത് ഭയങ്കര സംഭവമായിട്ട് ഒരുപാട് ആളുകൾ ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയുകയും സിനിമ തീർന്നു കേട്ടോ, സിനിമ പൊട്ടിന്നൊക്കെ. 200 കോടി കളക്ഷൻ ഓൾറെഡി കയറി, 100 കോടി ഗ്രോസ് വന്നിട്ടുണ്ട്, പാസ്റ്റസ് 50 കോടി, പിന്നെ വേറെ എവിടേക്ക് 30 കോടി, ഇങ്ങനെ
കോടിക്കണക്കുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ. എങ്ങനെയാണ് പടം പൊട്ടുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതൊരു മണ്ടത്തരമാണ്. ഇനി അത് ഞാൻ വെറുതെ പറയല്ല, ഇനി അതിന്റെ കണക്കുകൾ ഞാൻ ഇവിടെ ഇങ്ങനെ പറയാം. പെരുന്നാൾ ദിവസം കേരളത്തിൽ നിന്ന് നേടിയത് 10.52 കോടി. റിലീസായി 5 ദിവസത്തിൽ 3 ദിവസവും കേരളത്തിൽ നിന്ന് 10 കോടിക്ക് മേലെ കളക്ഷൻ നേടുന്ന ആദ്യ സിനിമ. ഇനി 7 ദിവസത്തിൽ തിയേറ്ററിൽ കളക്ഷൻ അല്ല, വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ ചെന്ന് എത്തി നിൽക്കുന്നത് 100 കോടിയിൽ. അടുത്തത് ഒരു ട്രോളിൽ വന്നിട്ടുള്ളതാണ്. ഒരു പടം കാണിച്ചു തരട്ടെ, വെല്ലുവിളിക്കാം ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റിനെ, 100 കോടി രൂപ ഷെയർ വന്ന പടം കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുള്ള നമ്മുടെ പുള്ളിക്കാരൻ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസ് മീറ്റിൽ വന്ന് ഇത്രയും കോൺഫിഡൻസിൽ വെല്ലുവിളിക്കുന്നു. 2 മാസങ്ങൾക്കപ്പുറം ആണൊരുത്തൻ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനുള്ള പോസ്റ്റ് ഉണ്ട്. 100 crore പ്ലസ് വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ, ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് മോളിവുഡ് സിനിമ എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ്. എന്നിട്ട് ആ വെല്ലുവിളി തീർത്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനം. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ പോലെ കളക്ഷന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അത് പടം പൊട്ടിയോ എന്ന് ചോദിക്കുന്നവരോടാണ്. ഇനി അതല്ലാതെ ഉണ്ട്, തീർന്നിട്ടില്ല. എന്താ, സൗത്ത് ഇന്ത്യയിൽ അതത് ഭാഷയിൽ ഓവർസീസിൽ നിന്നും 100 കോടിക്ക് മുകളിൽ ആദ്യമായി നേടിയ ചിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ട്രോള് വന്നിട്ടുണ്ട്. ലാലേട്ടന്റെ ഫാൻസ് ഇതിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഒന്ന് തമിഴിൽ വന്നിട്ടുള്ളത് കബാലി, ഇവിടെ ബാഹുബലി, പിന്നെ KGF, മലയാളത്തിൽ ദേ കിടക്കുന്നത് എമ്പുരാൻ. എന്നിട്ടാണ് ചോദിക്കുന്നത് കളക്ഷൻ. അയ്യോ, മൈൽ സ്റ്റോൺ ആണ് ഇവർ നേടിക്കൊണ്ടിരിക്കുന്നത്. ഇനി UAE-ലെ 4ാമത്തെ വലിയ ഇന്റർനാഷണൽ ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 6ാം സ്ഥാനത്തുള്ളത് ഫ്യൂരിയസ് ആണ്, ഫ്യൂരിയസ് 7. 8ാം സ്ഥാനത്തുള്ളത് നോവേ ഹോം ആണ്. 9ാം സ്ഥാനത്തുള്ളത് ഇൻഫിനിറ്റി വാർ ആണ്. അങ്ങനെ ഇതൊക്കെയാണ് 9ഉം 8ഉം 7ഉം സ്ഥാനത്തൊക്കെ ഇരിക്കുന്നത്. UAE-ലെ 4ാമത്തെ വലിയ ഇന്റർനാഷണൽ ഓപ്പൺ ആരാണ്? മലയാളത്തിൽ നിന്നുള്ളൊരു കൊച്ചു പടം. ഏതാ പടം? എമ്പുരാൻ. അപ്പോ എ സ്മോൾ ഫിലിം ഫ്രം എ സ്മോൾ ഇൻഡസ്ട്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസ് 13 crores, 30 കോടി. 30 crores, 30 കോടി. എന്നിട്ട് നിങ്ങൾ പറയാണ്, ചില ആളുകൾ പറയാണ് കളക്ഷൻ ഇല്ല, കളക്ഷൻ മോശമാണ്, പടം പൊട്ടിപ്പോയി എന്നൊക്കെ. അപ്പൊ 8ാം ദിനം കളക്ഷൻ കുറച്ച് കുറവുണ്ട്, ശരിയാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടെ ബാധിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. അത് ഹിന്ദി പതിപ്പൊന്നും അങ്ങനെ ഭയങ്കര കളക്ഷൻ ഉണ്ടെങ്കിൽ പോലും അവിടേക്കാണ് ഈ ഇടിവ് സംഭവിച്ചിട്ടുള്ളതൊക്കെ. കേരളത്തിലൊക്കെ പടം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്ലസ് ഇനി വരാനുള്ളത് ഇപ്പൊ ശനി ഞായർ ദിവസങ്ങളൊക്കെ ഇനിയും പടം ഓടിയേക്കാം. കാണാനുള്ള ഓഡിയൻസ് ഇനിയും ഉണ്ടാവും, ഫാമിലി ഓഡിയൻസ് കയറാനുള്ളത് ഇനിയും ബാക്കി ഉണ്ടാവാം. ഒന്നും നമുക്കറിയില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ 1 മാസവും 2 മാസവും ഒക്കെ അടുപ്പിച്ച് ഓടല്ലല്ലോ. ഉള്ള സമയം കൊണ്ട് എത്രമാത്രം കളക്ഷൻ വരും എന്നുള്ളതാണ് നോക്കേണ്ടത്. വേൾഡ് വൈഡ് റിലീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേൾഡ് വൈഡ് റിലീസ് ആണ് അവർ ചെയ്തിട്ടുള്ളത്. എത്ര സ്ഥലങ്ങളിലാണ്, ചൈനയിലടക്കം, എന്തിന് പട്ടായയിലടക്കം ഇറക്കുകയും അങ്ങനെയൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വെറും ഹേറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒഫീഷ്യലി ഇവരിപ്പോ എത്ര കോടി മൊത്തം കളക്ഷൻ വന്നു, എത്ര ഗ്രോസ് വന്നു, എത്ര തിയേറ്ററിൽ ഷെയർ വന്നു എന്നുള്ളതൊക്കെ പുറത്തു വിടാനുണ്ട്. അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതന്നെ നമുക്ക് വിചാരിക്കാം. അതിനിടയിൽ കുരു പൊട്ടിയ ചില ആളുകൾ കേസ് കൊടുക്കുകയും ആദായനികുതി വകുപ്പ് അടക്കം പല ആളുകൾ പൃഥ്വിരാജിന് ഗോൾഡ് എന്ന സിനിമയ്ക്ക്, അതുപോലെ ആടുജീവിതം, അങ്ങനെ കുറെ സിനിമേന്റെ വരുമാനം കാണിക്കാന്ന് പറഞ്ഞിട്ട് വരിക, അങ്ങനെയൊക്കെ കുറെ കുത്തിരിപ്പുകളൊക്കെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഒരു BJP-നെ തൊട്ടപ്പോഴേക്കും ഉണ്ടായ കോലാഹലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ BJP-ക്കാർക്ക് പണി കിട്ടിയിട്ടില്ലെന്ന് തന്നെ വിചാരിക്കാം. എന്തോ ആയിക്കൊള്ളട്ടെ, BJP-യോ RSS-ഓ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ, സിനിമ ഇസ് സിനിമ. അതിന് അങ്ങനെ തന്നെ കാണുന്നതാണ് ബെറ്റർ എന്നാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അത് കാണാം, കാണുന്നവരെ.